ഹലോ എവരി വൺ, കീം 2026 പ്രിപ്പറേഷൻ യാത്രയിലാണ് നമ്മളെല്ലാവരും. ആൻഡ് ആസ് യു നോ, ഈ ഒരു സമയം എന്നുള്ളത് നമുക്ക് എക്സാംസ് കൊണ്ട് വളരെ നമ്മൾ ടൈറ്റ് ആയിരിക്കുന്ന ഒരു കാലം തന്നെയാണ്. എസ്പെഷ്യലി ഇഫ് യു ആർ പ്ലസ് ടു ഗോയിങ് സ്റ്റുഡൻസ്, നമുക്ക് ഒരുപാട് എൻട്രൻസ് എക്സാമുകൾ എഴുതണം. അതിൻ്റെ കൂടെ ബോർഡ് എക്സാം, പ്രാക്ടിക്കൽസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. സോ വളരെ ടൈറ്റ് ആയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയം യു ഹാവ് ടു ബി വെരി സെൽഫ് ഡിസിപ്ലിൻഡ് ആൻഡ് മോട്ടിവേറ്റഡ്, ബിക്കോസ് നമുക്ക് ഒരുപാട് സമയം കളയാനില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. കീം 2026 എക്സാമിനേഷൻസ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ബ്രാഞ്ച് ചൂസ് ചെയ്യണം എന്നതിനെ പറ്റിയൊക്കെ നമുക്ക് നല്ല ബോധ്യം ഉണ്ടാവണം. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദി സെലക്ഷൻ ഓഫ് ഈച്ച് കോഴ്സ് ഓർ സെലക്ഷൻ ഓഫ് ദി കോളേജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരാൾ ഇപ്പം കീമിന് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ് ഏറ്റവും ബെസ്റ്റ് കോളേജ് എന്ന് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുക? എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് രണ്ട് ഫാക്ടേഴ്സ് ആണ് അതിൽ നമ്മൾ മുൻഗണനയായി കൊടുക്കേണ്ടത്. നമ്പർ 1, ലാസ്റ്റ് ഇയറിൽ കഴിഞ്ഞ വർഷം ഓരോ കോളേജസിലും ഓരോ ബ്രാഞ്ചിലും പോയിരിക്കുന്ന കാറ്റഗറി അല്ലെങ്കിൽ ഓരോ ബ്രാഞ്ചിലും ഏറ്റവും അവസാനം പോയിരിക്കുന്ന റാങ്കിങ് എത്രയാണെന്നുള്ളത് നമുക്ക് കീമിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. സോ ലാസ്റ്റ് ഇയറിൽ പോയിരിക്കുന്ന റാങ്കിങ് അനുസരിച്ച് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് കോളേജസിൻ്റെ നിലവാരം എത്രയായിരിക്കും അല്ലെങ്കിൽ ടോപ്പ് റാങ്കിൽ വരുന്നത് ഏതാണെന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തെ ഒന്ന്, നിങ്ങളുടെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഇഫ് യു ഹാവ് എനി ഡൗട്ട് ലൈക്ക് ഇത് തന്നെ ഞാൻ ചൂസ് ചെയ്യണോ, ഇതിൻ്റെ റാങ്കിങ് ഇങ്ങനെയാണോ, ഇത് ഏറ്റവും ബെസ്റ്റിൽ വരുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ രണ്ടാമത് ഒരു ക്രൈറ്റീരിയ എന്നുള്ളത് കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക്, അതായത് KIRFൻ്റെ റാങ്കിങ് ആണ്. ഇത് രണ്ടും കൂടി നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും മികച്ച കോളേജസിനെ കാണാം. ഫോർ എക്സാമ്പിൾ, ഏറ്റവും മികച്ച കോളേജസ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ നമ്പർ 1 ആയി വരുന്നത് CET ട്രിവാൻഡ്രം ആണ്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം ആണ്. അതിൻ്റെ ഏറ്റവും നല്ല പ്ലേസ്മെൻറ്റുകൾ, ഏറ്റവും നല്ല ഫെസിലിറ്റീസ് എല്ലാം നമുക്ക് കിട്ടുന്ന വളരെ സ്ട്രോങ് ആയിരിക്കുന്ന റെപ്യൂട്ടേഷൻ ഉള്ള കോളേജാണ് CET ട്രിവാൻഡ്രം എന്നുള്ളത്. സിമിലർലി നമുക്ക് സെക്കൻഡ് ഓപ്ഷനായിട്ട് GEC തൃശ്ശൂർ പറയും, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ. ആൻഡ് ഓൾസോ നമുക്ക് എറണാകുളത്തേക്ക് വന്നു കഴിഞ്ഞാൽ സോളിഡ് അക്കാഡമി ആൻഡ് സ്ട്രോങ് അലുമിനി കണക്ഷൻസ് ആൻഡ് സ്ട്രോങ് ഇൻഡസ്ട്രിയൽ കണക്ഷൻസ് നമുക്ക് വരുന്നത് എറണാകുളത്തുള്ള മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലാണ്. TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലത്തുള്ളത് വൺ ഓഫ് ദി ഓൾഡസ്റ്റ്, ഹിസ്റ്റോറിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഏറ്റവും പഴയ കോളേജസിൽ ഒന്നാണ് നമ്മുടെ TKM കൊല്ലം എന്ന് പറയുന്നത്. ഇതേപോലെ ഒരുപാട് കോളേജസ് നമുക്കുണ്ട്. ഫോർ എക്സാമ്പിൾ, മാർ അത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലത്തുള്ളത് വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജസ് ആണ്. അതിൽ പ്ലേസ്മെൻറ്റ്, റീസെൻ്റ് ആയിട്ടുള്ള പ്ലേസ്മെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നല്ല കമ്പനീസ് പ്ലേസ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ആൻഡ് സിമിലർലി കോട്ടയത്തെ നമ്മുടെ ഗവൺമെൻറ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ്. സോ ദീസ് ആർ ഓൾ വെരി ഗുഡ് കോളേജസ്. ഓഫ് കോഴ്സ് ഇനിയും നമുക്ക് ഒരുപാട് കോളേജസ് ഗവൺമെൻറ് ആൻഡ് നോൺ ഗവൺമെൻറ് കോളേജസിൻ്റെ ലിസ്റ്റിൽ നമുക്ക് പറയാം. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ഒരു കോളേജ് പറയുമ്പോൾ ആ കോളേജസിലുള്ള എല്ലാ കോഴ്സിലേക്കും നമ്മൾ പോകുക എന്നുള്ളതല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോന്നും നിങ്ങൾക്ക് ഏത് ബ്രാഞ്ചാണ്, കോർ ബ്രാഞ്ചാണോ നിങ്ങൾ നോക്കുന്നത്, അല്ലെങ്കിൽ IT റിലേറ്റഡ് ആയിരിക്കുന്ന, കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിരിക്കുന്ന ബ്രാഞ്ചാണോ, അതിനനുസരിച്ച് ഓരോ കോഴ്സ് എടുക്കുമ്പോഴും ഈ കോളേജസിൻ്റെ റാങ്കിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. സോ നമ്മൾ എക്സാമിനേഷൻ കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്ന് ചൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴേ നമുക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാവണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം നമ്മളിതിൽ കോളേജസിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതിൻ്റെ റിലേറ്റഡ് ആയിരിക്കുന്ന മറ്റു കോഴ്സസ്, ഡാറ്റാ സയൻസ് പോലുള്ള ഒരുപാട് കോഴ്സസ് ആണ് നമ്മൾ ചെയ്യുക. എപ്പോഴും ഈ കോഴ്സസിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പ്ലേസ്മെൻറ്റ്സ് വരാറുണ്ട്. ഈ പറയുന്ന കോളേജസിലൊക്കെ ഒരുപാട് പ്ലേസ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. ലൈക്ക് ആമസോൺ, IBM, ഒറാക്കിൾ, വിപ്രോ, ഇൻഫോസിസ്, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, അഡോബ്, ഫോർഡ് ആൻഡ് നിസാൻ, ഇങ്ങനെ ഒരുപാട്, ഡെലോയിറ്റ് എന്നൊക്കെ പറയുന്ന ജിയോ, ഒരുപാട് കമ്പനീസിൻ്റെ റിക്രൂട്ട്മെൻറ്റ്, ഗൂഗിൾ, ഒരുപാട് ആൾക്കാരുടെ റിക്രൂട്ട്മെൻറ്റ്സ് നിങ്ങൾക്ക് റീസെൻ്റ് ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കും. സോ ഓഫ് കോഴ്സ് നമുക്ക് എപ്പോഴും ഒരു ഗ്ലോബൽ ജേണിയിലേക്ക് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ജേണിയിലെ ഏറ്റവും നല്ല രീതിയിൽ റീച്ച് കിട്ടാനുള്ള നല്ല അവസരമാണ് നമ്മുടെ കേരളത്തിലുള്ള ഈ എഞ്ചിനീയറിംഗ് കോളേജസ് എല്ലാം കൊടുക്കുന്നത്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നിങ്ങൾ എപ്പോഴും ഇതുപോലെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ, ഒരു ഇൻഫോസിസിൽ നിങ്ങൾ കയറി അവിടെ സെറ്റിൽ ആവണം എന്നൊന്നുമില്ല. എഞ്ചിനീയറിംഗ് എന്നുള്ളത് നിങ്ങളുടെ ഈ ടെക്നോളജി വേൾഡിലേക്കുള്ള ഒരു തുടക്കം മാത്രമാണ്. ആൻഡ് ആഫ്റ്റർ ദീസ് എഞ്ചിനീയറിംഗ് കോഴ്സസ് നമുക്ക് ഹയർ സ്റ്റഡീസിന് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് MTechന് നമുക്ക് പോവാം, MBA എടുക്കാം, അബ്രോഡിൽ നമുക്ക് MS എടുക്കാം. അതുകൂടാതെ ഇനി ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പ് കമ്പനീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം, എഞ്ചിനീയറിംഗ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ബിക്കോസ് ഇറ്റ് ഗിവ്സ് യു വാസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് എക്സ്പോഷേഴ്സ്. ഏറ്റവും നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് എപ്പോഴും ഒരു എഞ്ചിനീയറിംഗ് കോഴ്സ് കഴിയുമ്പോൾ നമുക്ക് കിട്ടാം.
അപ്പോൾ ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതുപോലെ എന്റർപ്രണർ ആകാം, സ്റ്റാർട്ടപ്പുകൾ സ്റ്റാർട്ട് ചെയ്യാം, ഓർ അതർവൈസ് യു ക്യാൻ പ്രിപ്പയർ ഫോർ അതർ എക്സാംസ്, ഗേറ്റ്, UPSC പോലുള്ള എക്സാംസ്, എഞ്ചിനീയറിംഗ് സർവീസസ് എക്സാംസ് നമുക്ക് എഴുതാം. ഈ പറയുന്ന എക്സാമുകളാവട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനുള്ള ആഗ്രഹമാവട്ടെ, ഓഫ് കോഴ്സ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കീം എക്സാമിനേഷന് വേണ്ടി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഹയർ സ്റ്റഡീസിനല്ല നിങ്ങൾ ജോബാണ് നോക്കുന്നതെങ്കിലും ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, ഡാറ്റ അനലിസ്റ്റ്, AI സ്പെഷ്യലിസ്റ്റ്, സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ടുകളാകാം, ക്ലൗഡ് എഞ്ചിനീയേഴ്സ് ആകാം. ഇതൊക്കെയാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT സെക്ടേഴ്സ് ആണ് നമ്മൾ എയിം ചെയ്യുന്നതെങ്കിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ആൻഡ് ഇഫ് യു ആർ ചൂസിങ് കോർ ബ്രാഞ്ചസ് ലൈക്ക് മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ, മാനുഫാക്ചറിങ്, പവർ പ്ലാന്റ്സ്, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ് ആൻഡ് ഗവൺമെന്റ് പ്രോജക്ട്സിലൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. സോ ഈ കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിലേക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ്. സോ റൈറ്റ് നൗ ഇറ്റ് ഈസ് ദ ടൈം ടു സെറ്റിൽ ഇറ്റ് ഇൻ യുവർ മൈൻഡ്. ഞാൻ ഇനി എന്താവണം, അല്ലെങ്കിൽ എനിക്ക് നാളെ എവിടേക്കെങ്കിലും എത്തിച്ചേരാനുള്ള ചവിട്ടുപടിയായിട്ടാണ് നിങ്ങൾ എപ്പോഴും കീം എക്സാമിനേഷനെ കാണേണ്ടത്. അപ്പോൾ കീം 2026 ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാസം 31 വരെ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ളൂ. വളരെ പ്രോസ്പെക്ടസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് ഓരോ സ്റ്റെപ്സ് നമ്മൾ ഓൾറെഡി എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഗൈഡ് ലൈൻസ് ഒക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. ഡു രജിസ്റ്റർ. നമുക്ക് പിന്നീട് ഒരിക്കലും അയ്യോ രജിസ്റ്റർ ചെയ്താൽ മതി എന്ന് തോന്നാൻ പാടില്ല. ബിക്കോസ് ദിസ് ഈസ് ഡെഫിനറ്റ്ലി എ ബിഗ് ഓപ്പർച്യൂണിറ്റി ഫോർ യു. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ഡു വെൽ.